ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്ന് പാഠം 7 ആകാശത്ത് മുത്തമിടാം അതാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇതുവരെയുള്ള പാഠങ്ങൾ എല്ലാവരും മീനിങ്ങും ക്വസ്റ്റ്യൻസും ഒക്കെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ അക്ഷരദീപം ബുക്കും നിങ്ങൾ എഴുതണം. അപ്പൊ ഇന്ന് നമുക്ക് പാഠം 7 പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ എന്താണ് ആകാശത്ത് മുത്തമിടാന്നാണ് പാഠത്തിന്റെ പേര് അല്ലേ? അപ്പൊ അവിടെ എന്താണ് പിക്ചറിൽ കാണുന്നത്? എന്താണ് അവിടെ പിക്ചറിൽ കാണുന്നത്? എന്താ ഹന്ന കാണുന്നത്? ഒരു കുട്ടി ഊഞ്ഞാലിലാടുന്നത്. ഓക്കെ, ഊഞ്ഞാലിലാടുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഊഞ്ഞാല് കണ്ടിട്ടില്ലേ? ഊഞ്ഞാലാടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? എല്ലാ മക്കളും ഊഞ്ഞാൽ ആടിയിട്ടുണ്ടാവും അല്ലെ? ഒന്നുകിൽ അമ്മ ആദ്യം ചെറുപ്പത്തിൽ താരാട്ട് പാട്ട് പാടി ഉറക്കിയിട്ടുണ്ടാവും ഊഞ്ഞാല്. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് ഇതുപോലത്തെ ഊഞ്ഞാല് കെട്ടി മരക്കൊമ്പിലൊക്കെ കെട്ടി ആടാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഞ്ഞാല് വാങ്ങി തന്നിട്ട് നിങ്ങൾ ഊഞ്ഞാലിൽ ആടുന്നുണ്ടാവും അല്ലെ? എങ്ങനെയായാലും ഊഞ്ഞാല് നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും. ഊഞ്ഞാലിനെ പറ്റി മിസ് പ്രത്യേകിച്ച് പറയലില്ല അല്ലെ? അപ്പൊ താരാട്ട് പാട്ട് നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, അപ്പൊ ഒരു ഊഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഊഞ്ഞാലിന്റെ പാട്ട്? ഊഞ്ഞാല ഊഞ്ഞാല ഓമനക്കുട്ടന് ആലോലം കുളങ്ങരെ താമര വളയും കൊണ്ടൂഞ്ഞാല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഊഞ്ഞാല എന്നുള്ള പാട്ട്? ഓക്കെ, ഒരുപാട് താരാട്ട് പാട്ടുണ്ട്. അതുപോലെ ഊഞ്ഞാല് സമയത്ത് ഊഞ്ഞാല് പാടുമ്പം പാടുന്ന പാട്ടുണ്ട് അല്ലെ? ഒരുപാട് പാട്ടുണ്ട്. അപ്പോ എന്താണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായ വിനോദമാണെന്ത്? ഊഞ്ഞാലാട്ടം അല്ലെ? നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ ഇവിടുന്ന് ടൂളേറ്റിൽ നിന്ന് നമ്മളെ പുറകില് ഊഞ്ഞാലുണ്ട് അല്ലെ? അവിടെയും കഴിഞ്ഞ വർഷമുള്ള കുട്ടികൾ ആടിയിട്ടുണ്ടാവും ഒരുപാട് ഊഞ്ഞാലിൽ അല്ലെ? അപ്പോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ പ്രിയങ്കരമായ വിനോദമാണെന്ത്? ഊഞ്ഞാലാട്ടം അല്ലെ? അപ്പോ അതിന്റെ ഒരു അനുഭൂതി പകരുന്ന പാടാണ് ഇത് ഈ ആകാശത്ത് മുത്തമിടാം എന്ന പേരുള്ള ഈ കവിത അല്ലെ? ഊഞ്ഞാലാട്ടത്തിന്റെ. അപ്പോ ആലിൻകൊമ്പത്തെന്നാ ഇതിൽ പറയുന്നത്. അപ്പൊ ആലിൻകൊമ്പത്ത് തന്നെയോ അല്ലെ നിങ്ങളിപ്പം നമ്മുടെ മുറ്റത്തുള്ള ഏത് മരത്തിലും നമ്മൾ ഊഞ്ഞാല് കെട്ടാറുണ്ട് അല്ലെ? അപ്പോ ആടുകയും ഒപ്പം പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇവിടെ എന്താ പറയുന്നത്? ആലിൻകൊമ്പത്തെ ഊഞ്ഞാലിൽ ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് കഥാപാത്രം അല്ലെ? നമ്മുടെ ഇവിടുത്തെ കവിതയിലെ കഥാപാത്രം ആരാണ്? ആലിൻകൊമ്പത്തെ ഊഞ്ഞാലിൽ ആടുകയും ഒപ്പം പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് കഥാപാത്രം അല്ലെ? ആ കുട്ടിയുടെ മനസ്സിൽ നാമ്പിടുന്ന, അതായത് കുട്ടി മുളക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആടി ആടി ആകാശത്തോളം പൊങ്ങാനുള്ള കൗതുകമാണ് അല്ലെ? ആടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മാക്സിമത്തിൽ സ്പീഡിൽ വലിച്ചാട്ടാൻ പറയും അല്ലെ? ഏതെങ്കിലും സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അമ്മയോടോ പറയും ശക്തിയിൽ വലിച്ചാട്ടാം. അപ്പൊ ആടി ഓടി എന്താണ് ആകാശത്തോളം പൊങ്ങാനുള്ള കൗതുകമാണ് കവിതയിൽ നമ്മളെ കാണുന്നത് അല്ലെ? ആദ്യം അപ്പോ ഊഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്കൊന്ന് വായിക്കാം അല്ലെ? പാട്ട്. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലോ ഞാലിൻ ഊഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റു വഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം അല്ലെ? അതാണ് നമ്മുടെ വരികൾ. അപ്പോ എന്താ ഇതിൽ പറഞ്ഞ ഊഞ്ഞാലാട്ടത്തിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായ ഒരു വിനോദമാണ് ഇത് ഊഞ്ഞാലാട്ടം. അതുകൊണ്ട് തന്നെ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോ എന്താ പറയുന്നത്? അതിന്റെ അനുഭൂതി നമുക്ക് പകർന്നു തരുന്ന ഒരു കവിതയാണ് എന്ത്? ആകാശത്ത് മുത്തമിടാം എന്ന കവിത. അപ്പോ ആലിൻകൊമ്പത്ത് എന്താ ഇതിൽ പറയുന്നത്? അങ്ങേ കൊമ്പത്ത്
കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല്. ഇവിടെ ആലിൻ കൊമ്പത്ത്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ പേജ് നമ്പർ 29 ആണ്. ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന മിസ് ഇവിടെ പറയുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റീസ് ഒന്നും മുഴുകരുത്. ഇവിടെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് എന്നാണ് പറയുന്നത്. അപ്പൊ ആലിൻ കൊമ്പത്ത് ഊഞ്ഞാലുണ്ട് അല്ലേ? അപ്പോ എന്താ പറയുന്ന, ആലിൻ കൊമ്പത്തെ ഊഞ്ഞാലില് ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇതിലെ കഥാപാത്രം. നമ്മുടെ പിക്ചറിൽ കാണുന്നുണ്ട്. ആ കുട്ടിയാണ് ഇതിലെ കഥാപാത്രം അല്ലെ? ആ കുട്ടിയുടെ മനസ്സിൽ നാം വിടുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന എന്ത് പൊട്ടിമുളക്കുന്ന ആടി ആടി, നമുക്ക് ഊഞ്ഞാലാടുമ്പോ എന്താ തോന്നുന്നു? ആടി ആടി ആകാശത്തോളം ഉയരത്തിൽ പോകണം തോന്നുന്നു അല്ലെ? അത് അങ്ങനെ പൊങ്ങാനുള്ള കൗതുകമാണ് ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ, കാണുന്നത് നമ്മള്. അപ്പൊ എന്താ പറയുന്നത്? അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഒന്നുകൂടി അത് പാടാം. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോല ഞാലിക്കൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റു വഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം അല്ലെ? അപ്പൊ ഊഞ്ഞാലിന്റെ ഒരു ഊഞ്ഞാലാടുന്നതിന്റെ രസാണ് ഇവിടെ പറയുന്നത് അല്ലെ? അപ്പോ ആലിൻ കൊമ്പത്ത് ഊഞ്ഞാലാടുന്ന പാടുകയും പാടുകയും ചെയ്യുന്ന കുട്ടിയാണ് ഇതിലെ കഥാപാത്രം എന്ന് പറഞ്ഞു അല്ലെ? ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഊഞ്ഞാലാടുമ്പോ നമുക്ക് ഉണ്ടാവുന്നതാണ് എന്ത്? ആടി ആടി ആകാശത്ത് പോയിട്ട് മുത്തമിടണം. അതായത് ആകാശത്ത് മുട്ടി അത്ര ഉയരത്തിൽ നമ്മൾ ആടണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെ? ഷിഹാസേ ലിസൺ ഹിയർ. എവിടെയാണ് നീ ശ്രദ്ധിക്കുന്ന മോനെ? ക്ലാസ് ടൈമില് അതാണ് പറഞ്ഞത് ആദ്യത്തെ ലൈനിൽ. ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിഴ എന്ന് പറഞ്ഞാല് നല്ല ശക്തിയിലാടി ഉയരങ്ങളിലേക്ക് പോയി. ആകാശം എവിടെയാ? ഉയരങ്ങളിലാണ്. അപ്പൊ അവിടെ മുത്തമിടാന്ന് പറയുമ്പോ എന്താണ്? ആകാശത്തിനെ മുട്ടാം അല്ലെ? അത്രയും ഹൈറ്റിൽ ഉയർന്ന് ആടണമെന്നാണ് ഊഞ്ഞാലിരിക്കുമ്പോൾ നമുക്ക് തോന്നാറല്ലേ? ചില കുട്ടികൾക്ക് പേടി ഉണ്ടാവും, പക്ഷെ ഇവിടുത്തെ കാര്യം അതല്ല പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ആ വരികളില് പറഞ്ഞത് അല്ലെ? എന്താണ് വരുന്നത്? ആ കുട്ടിയുടെ മനസ്സില് ഉണ്ടാവുന്ന എന്ത്? ആടി ആടി ആകാശത്തോളം പൊങ്ങാനുള്ള കൗതുകം അല്ലെ? അതാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലേ ഞാലി കൂഞ്ഞാല് അല്ലെ? ഓലേ ഞാലി എന്ന് പറഞ്ഞ ആരാണ്? ഓലേ ഞാലി ഒരു പക്ഷിയാണ് അല്ലെ? ഓലേ ഞാലി ഒരിനം പക്ഷിയാണ് ഓലേ ഞാലി. നിങ്ങൾ ഓലേ ഞാലിയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ടോ ഷിഫാന? ഓക്കെ. ആമന്നെ കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടേ? ഒരിനം പക്ഷി ഓലേ ഞാലി എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. അപ്പോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഉടലിന് തവിട്ട് നിറവും പിന്നെന്താണ്? തല കറുപ്പ്, മഞ്ഞച്ചുണ്ട്, നീണ്ട വാല്, ഇതൊക്കെയുള്ള നീണ്ട വാലുണ്ട് അല്ലെ? നീണ്ട വാലും ഒക്കെയുള്ള ഒരിനം പക്ഷിയാണ്. ഒരിനം പക്ഷിയാണ് എന്ത്? അനിഹ കേൾക്കുന്നുണ്ടോ? അനിഹ ഓക്കെ. ആർക്കൊക്കെ കേൾക്കാത്തെ?
ഷിഫാനൊക്കെ കേൾക്കുന്നില്ലേ? അമന്ന കേൾക്കുന്നില്ലേ ഇവിടെ? ഓക്കെ. ഹന്ന കേൾക്കുന്നുണ്ടോ? നാഫി കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലെ ഞാലി ഊഞ്ഞാല് അല്ലേ? ഒരു തരം പക്ഷി. നെക്സ്റ്റ് എന്താണ്? തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തുഞ്ചത്ത്. എന്താ ഹൈഫ തുഞ്ചത്ത് എന്ന് പറഞ്ഞ അർത്ഥം? ഓക്കെ, അറ്റത്ത് നിന്നാണ് തുഞ്ചം എന്ന് പറഞ്ഞാല്. ഓ, അപ്പോ എന്താ ഹൈഫക്ക് ഒരു പ്രശ്നം? ഹൈഫ എന്തോ ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണല്ലോ കാണുന്നത് ഹൈഫ. അപ്പോ അങ്ങ് എന്ന് പറഞ്ഞ അറിയില്ലേ? അങ്ങേ തുഞ്ചത്ത് പറയുമ്പോ അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അല്ലെ? ഇങ്ങ് എന്ന് പറഞ്ഞാലോ ഇവിടെ. അപ്പൊ അങ്ങേ തുഞ്ചത്ത്, അങ്ങേ അറ്റത്ത് അല്ലെ? അങ്ങേ തുഞ്ചത്ത് എന്ന് പറയുമ്പോ എന്താ അർത്ഥം? അങ്ങേ കൊമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയുള്ള കൊമ്പത്ത് അല്ലെ? ഓക്കെ, നിങ്ങക്ക് മനസ്സിലായില്ലേ? അങ്ങേ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങെന്ന് പറഞ്ഞാൽ ഇവിടെ. ഓക്കെ, അപ്പൊ അങ്ങേ തുഞ്ചത്ത്, അങ്ങേ കൊമ്പത്ത്, ഇങ്ങേ കൊമ്പത്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ അങ്ങേ തുഞ്ചത്ത്, തുഞ്ചെന്ന് പറഞ്ഞാൽ അറ്റത്ത് അല്ലെ? അപ്പോ മുത്തമിടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുംബിക്കുക അല്ലെ? മുത്തമിടുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മുത്തമിടുക പറഞ്ഞാൽ ചുംബിക്കുക അല്ലെ? നമ്മൾ ഉമ്മെന്നൊക്കെ പറയാറുണ്ട്. ഉമ്മ നൽകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മുത്തമിടുക എന്ന് പറഞ്ഞാൽ ചുംബിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ അങ്ങേ, അങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ, തുഞ്ചത്ത് അറ്റത്ത്. അപ്പോ അങ്ങേ തുഞ്ചത്ത് ഇങ്ങേ തുഞ്ചത്തോലെ ഞാലി കൂഞ്ഞാല്. നെക്സ്റ്റ് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. മുത്തമിടാന്ന് പറഞ്ഞാൽ ചുംബിക്കുക. മുത്തമിടുക, ചുംബിക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ? അങ്ങേ തുഞ്ചത്ത്, അവിടെ, അറ്റത്ത്, തുമ്പത്ത് അല്ലെ? തുഞ്ചത്ത് പറഞ്ഞ തുമ്പത്ത്. അപ്പോ പിന്നെ എന്താ നമ്മൾ പറയുന്നത്? കാറ്റിന്റെ ഗതിവേഗത്തില് ഊഞ്ഞാലാട്ടത്തിന്റെ വർണ്ണനയാണ് തുടർന്നെല്ലാം വരുന്ന വരികളിൽ വരുന്നത് അല്ലെ? വരികളിൽ എന്താ പറയുന്നത്? ഊഞ്ഞാലാട്ടത്തിന്റെ ഒരു വർണ്ണനയാണ് പറയുന്നത് അല്ലെ? അടുത്ത വരികളിലും. ഓക്കെ, അപ്പോ ഓലഞ്ഞാലിക്കളി എന്താണ്? കാറ്റിന്റെ ഗതിവേഗം ഊഞ്ഞാലായി മാറുന്ന ഓലത്തുഞ്ചത്ത് അല്ലെ? കാറ്റിനുണ്ടാവുമ്പോ എന്ത് വരും? ഓലയൊക്കെ ആടും അല്ലെ? ഓലയാടും. അപ്പൊ ആ ഓലയുടെ തുഞ്ചത്ത്, ഓലത്തുഞ്ചത്ത് പറഞ്ഞ ഓലയുടെ അറ്റത്ത് ഓലഞ്ഞാലിക്കളി പറഞ്ഞ ഒരുതരം പക്ഷി അല്ലെ? പക്ഷി നടത്തുന്ന ഊഞ്ഞാലാട്ടത്തിന്റെ വർണ്ണനയാണ് തുടർന്ന് വരുന്നത് അല്ലെ? ഓലഞ്ഞാലിക്കിളി ഓലയുടെ അറ്റത്തിരുന്നിട്ട് ഊഞ്ഞാലാടുന്നു അല്ലെ? കാറ്റിനത് ആടും. അപ്പോ കാറ്റിന്റെ കൈകളിൽ മുത്തമിടാനുള്ള ഓലഞ്ഞാലിയുടെ കൊതിയും അവിടെ പറയുന്നുണ്ട് അല്ലെ? കാറ്റിന്റെ കൈകളിൽ മുത്തമിടാനുള്ള, ചുംബിക്കാനുള്ള ഓലഞ്ഞാലിയുടെ കൊതി അവിടെ പറയുന്ന ആ വരികളിൽ അതാ പറഞ്ഞത്. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്ത് ഓലഞ്ഞാലിക്കൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം അല്ലെ? അതാണ് അവിടെ പറഞ്ഞത്. അപ്പോ ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്? ആലിൻ കൊമ്പത്തെ ഊഞ്ഞാലില് ആടുകയും ഒപ്പം പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇവിടെ നമ്മുടെ കഥാപാത്രം എന്ന് പറഞ്ഞു അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആടിയിട്ട് എന്ത് ചെയ്യും? ആകാശത്തോളം പൊങ്ങാനുള്ള ഒരു കൗതുകം ഉണ്ടാവുന്നല്ലേ? ഓക്കെ, അതാണ് കവിതയിലെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് രണ്ടാമത്തേൽ നമ്മൾ പറഞ്ഞേ അങ്ങേ തുഞ്ചത്ത്, അങ്ങേ അറ്റത്ത് ഓലഞ്ഞാലിക്കളി എന്ത് ചെയ്യും? ഓലയുടെ അറ്റത്ത് നിൽക്കുമ്പോ ആടുന്നുണ്ട് അല്ലെ? അപ്പോ കാറ്റിന്റെ ഗതിവേഗത്തിനനുസരിച്ച് അവര് ആടും. അപ്പോ അങ്ങനെ ആ ഊഞ്ഞാലാട്ടത്തിന്റെ വർണ്ണനയാണ് തുടർന്ന് പറയുന്നത്. പിന്നെന്ത് പറയുന്നു? കാറ്റിന്റെ കൈകളിൽ മുത്തമിടാനുള്ള ഓലഞ്ഞാലിയുടെ കൊതിയും അവിടെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അത്ര വരെയുള്ള വരികൾ അങ്ങനെയാ, അത്രയാണ് പറഞ്ഞത്.
നെക്സ്റ്റ് അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റുവഞ്ചിക്കാലോലം. അങ്ങേ ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? വഞ്ചി അറിയില്ലേ? വഞ്ചി, ആറ്റുവഞ്ചി. വഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചി ഒറ്റക്ക് പറയുമ്പോൾ എന്താ തോണിയാണ് അല്ലേ? പക്ഷെ ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരമാണ് ആറ്റുവഞ്ചി. അപ്പൊ അങ്ങേ കടവത്തുള്ള ആറ്റുവഞ്ചിയും കാറ്റിന് എന്ത് ചെയ്യും? ആലോലം അല്ലെ? ആടാം തുഴയാം. നെക്സ്റ്റ് എന്താ പറയുന്നത് അറിയോ? കടവിനക്കരയും ഇക്കരയുമുള്ള ആറ്റുവഞ്ചിയുടെ ചെടിയുടെ ആലോല സഞ്ചാരമാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത് അല്ലെ? പ്രതിപാദ്യം. തുടർന്നുള്ള വരികളിൽ എന്താ പറയുന്നത്? കടവിന് അക്കരയും ഇക്കരയും ആറ്റുവഞ്ചിച്ചെടിയുണ്ട് അല്ലെ? ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു മരാണ്, നദീതീരത്ത് ഉണ്ടാവുന്ന ഒരിനം മരം. ഓക്കെ. ആലോല സഞ്ചാരമാണ് തുടർന്ന് പറയുന്നത് അല്ലെ? അപ്പോ ആനന്ദത്തോടെ ആടാനും തുഴയാനും അക്കരയും ഇക്കരയും ആനന്ദത്തോടെ മുത്തമിടാനുമാണ് എന്തിന്? ആറ്റുവഞ്ചിക്ക് ആഗ്രഹം അല്ലെ? അതാണ് അതിൽ പറയുന്നത്. അങ്ങേ കടവത്തിങ്ങേ കടവത്ത് ആറ്റുവഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം അല്ലെ? എന്താ മനസ്സിലായത്? കടവിന് അക്കരയും ഇക്കരയും ഉള്ള ആറ്റുവഞ്ചി ചെടിയുടെ ആലോല സഞ്ചാരമാണ് അവിടെ പറയുന്നത്. ആനന്ദത്തോടെ ആടാനും അല്ലെ? സന്തോഷത്തോടെ ആടാനും തുഴയാനും അക്കരയും ഇക്കരയും ആനന്ദത്തോടെ മുത്തമിടുവാനുമാണ് ആർക്ക്? ആറ്റുവഞ്ചിക്ക് ആഗ്രഹം അല്ലെ? ആ മരത്തിന് ആഗ്രഹം. അതായത് മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടി രസിക്കുക. അതുപോലെയാണ് ഊഞ്ഞാലാട്ടും അല്ലെ? അങ്ങോട്ട് ആടും, അതേ എവിടെ ഇങ്ങോട്ടും വരും, അങ്ങേ കൊമ്പത്തും ഇങ്ങോട്ടും വരും അല്ലെ? അപ്പൊ ആകാശത്ത് മുത്തമിടാന്നാണ് ഇതിന്റെ പേര്. ഒന്നുകൂടി മിസ് പാടാം. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലേ ഞാലിപ്പൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്ത് ആറ്റുവഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം അല്ലെ? മിസ് പാടിപ്പോന്ന് കൂടെ പാടണേ. ഒന്നുകൂടി മെല്ലനെ പാടിപ്പോവാ. നിങ്ങൾ പാടണേ, ഉറക്കെ പാടാം അവിടുന്ന്. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല്. എന്താ ആദ്യത്തെ ലൈൻ? അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല്. കിട്ടിയോ? അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. നാഫി നല്ല രീതിയിൽ ആടി പാടിയത്. സൂപ്പർ. അങ്ങനെ പാടിക്കോ. ഓക്കെ അല്ലേ? ആടി ആടി പാടേണ്ട പാട്ടാണ്. പാടിക്കോ. അപ്പൊ ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. നാഫി പാടിക്കോ. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലേ ഞാലിക്കൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റുവഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം. കിട്ടിയോ? ഒന്നുകൂടി പാടാം, ശ്രദ്ധിച്ചു എല്ലാവരും. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം.
അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലെ ഞാലിക്കുഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റുവഞ്ചിക്കാലോലം ആടാം തുഴയാമാനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം. പഠിച്ചോ എല്ലാവരും? പാടുന്നുണ്ടോ മിസ്സിന്റെ കൂടെ എല്ലാവരും? ഓ, അപ്പോ പാടാൻ പഠിച്ചു അല്ലേ? എല്ലാരും പഠിച്ചോ? അപ്പോ ഊഞ്ഞാലാട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ ആദ്യം നമ്മള്. അപ്പോ എന്താ പറഞ്ഞത്? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായ ഒരു വിനോദമാണ് എന്ത്? ഊഞ്ഞാലാട്ടം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ ഒരു അനുഭൂതി പകരുന്ന ഒരു കവിതയാണ് ഇത്, ആകാശത്ത് മുത്തമിടാം എന്ന കവിതയിലത്തെ വരികൾ അല്ലെ. ആലിംഗുമത്തെ ഊഞ്ഞാലിൽ ആടുകയും ഒപ്പം പാടുകയും ചെയ്യുന്ന ഒരു കുട്ടി ആണ് ഇതിന്റെ കഥാപാത്രം. ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന നാമ്പിടുന്ന ആടിയാടി ആകാശത്തോളം വരാനുള്ള ഒരു കൗതുകം ആണ് കവിതയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അല്ലെ. ആദ്യത്തെ 4 വരികൾ നമുക്ക് അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന വരികളിൽ എന്താ പറഞ്ഞത്? കാറ്റിന്റെ ഗതിവേഗത്തില് ഊഞ്ഞാലായി മാറുന്ന ഓലത്തുഞ്ചത്ത് ഓലഞ്ഞാലിക്കിളി നടത്തുന്ന ഊഞ്ഞാലാട്ടത്തിന്റെ വർണ്ണനയാണ് അല്ലെ തുടർന്ന് പറയുന്നത്. കാറ്റിൻ കൈകളില് മുത്തമിടാനുള്ള ഓലഞ്ഞാലിയുടെ കൊടിയും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്ന പാരഗ്രാഫ് എന്താ പറഞ്ഞത്? കടവിന് അക്കരയും ഇക്കരയുമുള്ള ആറ്റുവഞ്ചി ചെടിയുടെ ആലോല സഞ്ചാരമാണല്ലേ തുടർന്ന് വരുന്ന വർണ്ണന. അതാണ് ആനന്ദത്തോടെ ആടാനും തുഴയാനും അക്കരയും ഇക്കരയും ആനന്ദത്തോടെ മുത്തമിടുവാനുമാണ് ആറ്റുവഞ്ചിക്ക് ആഗ്രഹം എന്ന് പറയുന്നു അല്ലെ. അപ്പോ അതാണ് അതിൽ പറഞ്ഞതിൽ ആദ്യത്തെ അർത്ഥം എന്ന് പറഞ്ഞാല് അങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ, ആറ്റുവഞ്ചി നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരാണ് അല്ലെ ആറ്റുവഞ്ചി. ഓലഞ്ഞാലി എന്ന് പറഞ്ഞാൽ ഒരിനം പക്ഷിയാണ്. പിന്നെയോ കടവ്, കടവ് പറഞ്ഞാൽ എന്താ അർത്ഥം? മറുകര കടക്കാനുള്ള സ്ഥലം, അതാണ് കടവ്. തുഞ്ചത്ത് അറ്റത്ത് അല്ലെങ്കിൽ തുമ്പത്ത് അർത്ഥം വരും. മുത്തമിടുക എന്താണ് അർത്ഥം? ചുംബിക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ പാട്ട്? ആരാ ഇത് പാടുന്നേ? പാടാൻ പഠിച്ചു എല്ലാവരും? ഓക്കെ, ആരാ പാടുന്നേ? വേറെ ആർക്കും ധൈര്യമില്ല? ഒരാൾക്ക് നല്ല ധൈര്യമുണ്ട്, അമന്നക്ക്. വേറെ ആരും വായിക്കുന്നില്ലേ? ഓക്കെ, അമന്യായി, ഷിഫാനായി, ടെസാമരിയായി. അടുത്തത് എറിക്കിന് ഒരു ധൈര്യം അത്ര പോരാ, കൈ ഇത്ര പോരേ പൊങ്ങുന്നുള്ളൂ, ഇത്ര പോരെ പൊങ്ങുന്നില്ല അല്ലേ? ഓക്കെ, എന്തേ ബാക്കിയുള്ള കുട്ടികൾ എന്തേ കൈ ഉയർത്താത്തെ? വായിക്കാൻ അറിയില്ല? ഓക്കെ, ടെസാമരിയ ഒന്ന് വായിച്ചേ. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാരെ കൊണ്ടും മിസ് ഇത് വായിപ്പിക്കും. ആകാശത്തൊരു മുത്തമിടാം, അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലും കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്ത അങ്ങേ തുഞ്ചത്താലും ആളെ ഞാലി കുഞ്ഞാലു ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റും കൈകൾ മുത്തമിടാം. അങ്ങേ കടവത്തെങ്ങേ കടവത്ത് ആറ്റുവഞ്ചിക്കാലോലം ആടാം തുഴയാം മുത്തമിടാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. ഓക്കെ, അമന്ന. ആകാശത്തൊരു മുത്തമിടാം, അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്ത അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലെ ഞാലിക്കുഞ്ഞാല്
ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താൽ ജിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടാശത്തൊരു മുത്തമിടാം. അക്കരെ ഇക്കരെ മുത്തമിടാം. ആകാശത്തൊരു മുത്തമിടാം. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്തിൻ അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താൽ കൊമ്പത്തുനാല് ആടാം പാടാം ആനന്ദോ. ആകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചാലും ഷിബാന മ്യൂട്ടാക്കിയത് പഠിക്കോ പഠിക്കോ അവിടുന്ന് അങ്ങോട്ട് പഠിക്കോ. ഷിഫാനയ്ക്ക് ക്ലാസ്സിൽ തീരെ ശ്രദ്ധ കുറവാ. അതെ അല്ലേ, എന്ത് പറ്റി? എന്താണല്ലേ ഇപ്പൊ കുറച്ചായിട്ടല്ലോ. കേൾക്കുന്നില്ല മോനെ, കേൾക്കുന്നില്ലല്ലോടാ നിഹാജേ. നമ്മുടെ സമയം കഴിയാറായി കേട്ടോ, 1 മിനിറ്റേ ഉള്ളൂ. ജുവൽ മേരി ഒന്ന് പാടിക്കോ. മിൻഹാജ് പാടുന്ന കേൾക്കുന്നില്ല. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലും കൊമ്പത്തൂനാല്